BMW കിട്ടിയാൽ കൊള്ളൂല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? പാം ജുമേറയിൽ ഒരു വില്ല മേടിച്ചാൽ അത് ഹറാമാണെന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. അല്ലേ? സമ്പത്ത് വേണ്ടേ? സമ്പത്ത് വേണം. കഴിഞ്ഞ ദിവസം ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് കോച്ചിങ് കഴിഞ്ഞ് വന്നപ്പോ വലിയൊരു ബിസിനസ്സുകാരനാ എന്നോട് പറയാ, സാഹിബേ, ശരിക്കും നമ്മൾ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കണോ? മതിയില്ലേ? അപ്പോ ഞാനിനി കുറച്ച് പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ ഒതുങ്ങി കൂടിയാൽ എന്തെന്ന് ഞാൻ ആലോചിക്കാം. പള്ളിക്കകത്ത് തന്നെ ഇരുന്നാൽ എന്തെന്ന് ആലോചിക്കാം പുള്ളി. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, പ്രവാചകൻ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം പ്രാർത്ഥന? അല്ലാഹുവേ, ദൈവമേ, എനിക്ക് ഫളല് തരണേന്നാ. എന്ന് വെച്ചാൽ ഫളല് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ തരണേന്നാ. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയാൽ പറയുന്നത് അനുഗ്രഹങ്ങൾ തേടാൻ ഇറങ്ങേണ്ടത്. അപ്പോ സ്വപ്നങ്ങൾ കാണണം, ഒരുപാട് ആഗ്രഹിക്കണം. അത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാകാട്ടോ. ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പാം ജുമേറയിൽ വില്ല മാത്രമല്ല, അതൊരു പവൻ സ്വർണവും ആകാം, അത് 10 സെന്റ് പെരേഡോ ആകാം, ഒരു കച്ചവടം ആകാം, അതൊരു പ്രൊമോഷൻ ആകാം, അതൊരു വീടാകാം, അതൊരു മൊബൈൽ ഫോൺ ആകാം, എന്തുമാകാം. സംശയമില്ലാതെ ആഗ്രഹിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴും, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ എല്ലാം പലപ്പോഴും പറയാറുള്ളത്, ഞങ്ങൾ വിശ്വാസികളാകാനല്ല വിളിക്കുന്നത്. എന്ത് വിശ്വാസിയാകാനാ? സത്യവിശ്വാസിയാവണം, ഉറച്ച വിശ്വാസം വേണം.